കോഴിക്കോട് കുറ്റ്യാടിയിൽ തേങ്ങാമോഷണത്തിന്റെ പേരിൽ ആദിവാസി യുവതിയെ മർദ്ദിച്ചതിൽ SC/ST വകുപ്പ് ഡയറക്ടർ നൽകിയ പ്രാഥമിക റിപ്പോർട്ട് മന്ത്രിയുടെ ഓഫീസ് തള്ളി. വിശദമായ അന്വേഷണ റിപ്പോർട്ട് നൽകാൻ നിർദ്ദേശിച്ചു. ആദിവാസി യുവതി ജിഷ്മയുടെ പരാതിയിൽ തൊട്ടിൽപ്പാലം പോലീസ് കേസെടുത്തു. റിപ്പോർട്ടറാണ് യുവതിയുടെ മൊഴി പുറത്തുവിട്ടത്. VS രഞ്ജിത്ത് നമുക്കൊപ്പം. VS രഞ്ജിത്ത്, SC/ST വകുപ്പ് ഡയറക്ടർ നൽകിയ പ്രാഥമിക റിപ്പോർട്ട് തള്ളിയത് എന്തുകൊണ്ടാണ്? തേങ്ങാമോഷണമാണ്. അതിൽ ആദിവാസി യുവതിക്ക് മർദ്ദനമേറ്റതാണ്. ഇതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, രഞ്ജിത്ത് തുടരാം. സുധിയായി, ഈ കാര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ വാർത്ത കൊടുത്ത ഉടൻ തന്നെ അവിടെ നമുക്ക് ലഭ്യമാകുന്നൊരു നാട്ടുകാരൊക്കെ പറഞ്ഞൊരു ഫേക്ക് വാർത്തയാണ്. ഇങ്ങനെയൊരു സംഭവം ഉണ്ടായിട്ടില്ല എന്നുള്ളതൊക്കെയായിരുന്നു. കാരണം അതിന് കാരണം ഈ യുവതിയെ ഭയപ്പെടുത്തി ഈ കേസ് പിൻവലിപ്പിക്കാനും ഇത് ഒത്തുതീർപ്പിലെത്തിക്കാനും അവിടുത്തെ ആദിവാസി ഊരുമൂപ്പൻ ഉൾപ്പെടെ ഇടപെട്ട് ഇത് ഒത്തുതീർപ്പിലെത്തിക്കാനുള്ള നീക്കത്തിലേക്ക് പോയിരുന്നു. പക്ഷേ വാർത്ത വരികയും ആ സ്ത്രീ വളരെ ശക്തമായി മാധ്യമങ്ങൾക്ക് മുന്നിൽ, അതായത് റിപ്പോർട്ടർ ക്യാമറയ്ക്ക് മുന്നിൽ കാര്യങ്ങൾ വെളിപ്പെടുത്തുകയും അവർ നടന്ന കാര്യങ്ങൾ മുഴുവൻ പറയുകയും ചെയ്തതോടുകൂടിയാണ് പോലീസ് കേസെടുക്കാൻ തയ്യാറായത്. പോലീസിനെ സംബന്ധിച്ച് സ്വാഭാവികമായിട്ടും അവർ പരാതിയില്ല എന്ന് എഴുതി കൊടുത്തിരുന്നു. പരാതിയില്ല എന്ന് എഴുതി കൊടുക്കാനുള്ള കാരണം അവരുടെ ഭർത്താവിൻ്റെ പേരിലും ആ ആദിവാസി കോളനിയിലെ മറ്റാളുകളുടെ പേരിലുമൊക്കെ കേസെടുക്കും, നിങ്ങൾ വീട് കയറി ആക്രമിച്ചതിന് കേസെടുക്കും എന്നൊക്കെ പറഞ്ഞതുകൊണ്ടാണ് അവർ നേരത്തെ പരാതി പിൻവലിച്ചത്. പക്ഷേ അവർക്ക് ശരീരത്തിലാകെ മുറിവേൽക്കുകയും അവർ മെഡിക്കൽ കോളേജിൽ പോയി അതിന് ട്രീറ്റ്മെൻറ്റ് തേടുകയൊക്കെ ചെയ്തപ്പോൾ അവർക്കുണ്ടായ ശാരീരിക അസ്വാസ്ഥ്യത്തിൽ അവർ വളരെ ഭയപ്പെട്ട് ആണെങ്കിൽ കൂടി അവർ മാധ്യമങ്ങൾക്ക് മുമ്പിൽ സംസാരിക്കാൻ തയ്യാറായി. ആ വാർത്ത നമ്മൾ റിപ്പോർട്ട് ചെയ്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ പട്ടികവർഗ ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു റിപ്പോർട്ട് തേടി. ആദ്യത്തെ റിപ്പോർട്ടിൽ ഈ ഒത്തുതീർപ്പായി എന്നുള്ള വിവരമാണ് ലഭിച്ചത്. എന്നാൽ ആ റിപ്പോർട്ട് മന്ത്രി തള്ളി. എന്തുകൊണ്ട് ഒത്തുതീർപ്പായി എന്നതിനെക്കുറിച്ച് വിശദമായി അന്വേഷിക്കണമെന്ന് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ പോലീസ് സ്റ്റേഷനിലൊക്കെ ട്രൈബൽ ഡിപ്പാർട്ട്മെൻറ്റ് അന്വേഷിച്ചു, ആശുപത്രിയിൽ അന്വേഷിച്ചു. അങ്ങനെയാണിപ്പോൾ ആ യുവതിയുടെ പരാതി വീണ്ടും ടേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി തീരുമാനിച്ചത്. നമുക്കറിയാം, ഈ ജൂലൈ 11-നാണ് ഇത് സംഭവിക്കുന്നത്. ജൂലൈ 12-ന് ഈ യുവതി മെഡിക്കൽ കോളേജിൽ പോയപ്പോൾ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് MLC മെഡിക്കോ ലീഗൽ കേസ് ഒന്ന് കൃത്യമായി പ്രിസ്ക്രിപ്ഷനിൽ എഴുതുകയും അത് സ്റ്റേഷനിലേക്ക് റെഫർ ചെയ്യുകയും ചെയ്തിരുന്നു. എന്നിട്ടും കേസെടുത്തിട്ടുണ്ടായിരുന്നില്ല. കഴിഞ്ഞ ദിവസം തൊട്ടിൽപ്പാലം പോലീസ് ഈ പരാതി വീണ്ടും ആ സ്ത്രീ ഉന്നയിച്ച സാഹചര്യത്തിൽ കേസെടുക്കാൻ തയ്യാറായി. പോലീസ് അതിവേഗത്തിൽ ആക്ട് ചെയ്യുന്നുള്ളതാണ്. പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അവർ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പരമാവധി പെട്ടെന്ന് തന്നെ ചെയ്തു എന്നുള്ളതാണ്. ഏതായാലും ജീഷ്മയ്ക്ക് നീതി ലഭ്യമാവാൻ വേണ്ടി നമ്മൾ സഹായിച്ചു. മാത്രമല്ല, തേങ്ങാമോഷണം എന്ന് പറയുന്ന വളരെ നിസ്സാരമായൊരു കുറ്റം ചുമത്തിയാണ് ഈ സ്ത്രീയുടെ വീഡിയോ എടുക്കാൻ ശ്രമിക്കുകയും അതോടൊപ്പം തന്നെ തെരുവിൽ അവരെ മർദ്ദിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. ഏതായാലും തേങ്ങാമോഷണം അവിടെ ഒരുപക്ഷെ നടക്കുന്നുണ്ടായിരിക്കാം. അതിൻ്റെ പേരിൽ ഒരു ആദിവാസി സ്ത്രീയോട് ഇങ്ങനെ മർദ്ദനം കാണിക്കുക, അവരെ മർദ്ദിക്കുക എന്ന് പറയുന്നത് വളരെ ക്രൂരമായ ഒരു നടപടിയാണ്. അതിൽ വാർത്ത റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ഇപ്പോൾ അവർക്കെതിരെ കേസെടുക്കാൻ തയ്യാറായിരിക്കുന്നു. അതോടൊപ്പം മന്ത്രി OR കേളു ഇതിൽ വിശദമായി അന്വേഷിച്ച പ്രാഥമിക റിപ്പോർട്ട് തള്ളി വിശദമായ അന്വേഷണ റിപ്പോർട്ട് വേണം എന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. ഇതിൽ നമ്മൾ പുറത്തു കൊണ്ടുവന്ന വാർത്തയാണ്. ആ വാർത്തയിൽ നമ്മൾ നടത്തിയ വസ്തുതാ പരിശോധനയിൽ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലായതല്ലേ, ബോധ്യപ്പെട്ടതല്ലേ? എന്നിട്ടും ഈ റിപ്പോർട്ട് തള്ളുന്നത് എന്തുകൊണ്ടാണ്, രഞ്ജിത്ത്? അല്ല, നമുക്ക് അനുകൂലമായി, അതായത് ആദ്യത്തെ റിപ്പോർട്ട് എന്ന് പറയുന്നത് കേവലം ഈ കേസ് ഒത്തുതീർപ്പായി പോയി എന്ന് മാത്രമായിരുന്നു. അതുകൊണ്ടാണ് മന്ത്രി പറഞ്ഞത് അങ്ങനെ ഒത്തുതീർപ്പാക്കാൻ പാടില്ല, ഈ കേസ് വളരെ കൃത്യമായി അവർക്ക് പരിക്കേറ്റിട്ടുണ്ടോ, മർദ്ദനം നടന്നിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങൾ. രഞ്ജിത്ത് തുടരൂ. നമുക്കൊപ്പം ഇപ്പോൾ കുറ്റ്യാടിയിൽ ഈ മർദ്ദനമേറ്റ ജീഷ്മ ചേരുകയാണ്. ജീഷ്മ, ഇപ്പോൾ SC/ST വകുപ്പ് ഡയറക്ടർ നൽകിയ റിപ്പോർട്ട് മന്ത്രിയുടെ ഓഫീസ് തള്ളിയിരിക്കുകയാണ്. എന്തൊക്കെയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന വിവരങ്ങൾ? എനിക്ക് കിട്ടുന്ന വിവരം എന്ന് പറഞ്ഞാൽ, ഇന്നലെ സാറന്മാര് ഇന്നലെ ഇവിടെ വന്ന് എൻ്റെ മൊഴിയെടുത്ത് തൊട്ടിൽപ്പാലത്തേക്ക് കൊണ്ടുപോയി. ഇന്ന് ഞാൻ അതിൻ്റെ പകർപ്പ് വാങ്ങാൻ വേണ്ടിയിട്ട് തൊട്ടിൽപ്പാലം പോയി പകർപ്പും വാങ്ങി. നൗഷാദ് തെക്കേൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് ഞാൻ ഇന്ന് ഈ ലോകം അറിയാൻ പെടുവാൻ കാരണം. നൗഷാദ് തെക്കേൽ എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്നെ ഇത്രയും പുറത്തേക്ക് കൊണ്ടുവന്നത്. ഞാൻ ഇത്രയും അടി കിട്ടി, ഇത്രയും ഗുരുതരമായി ഇവിടുന്ന് കളിച്ചിട്ട് ഒരു ആളും എന്നെ തിരിഞ്ഞു നോക്കാണ്ട് നിന്നത് ഇപ്പോൾ നൗഷാദ് തെക്കേൽ എന്നെ. ഇപ്പോൾ ഈ SC/ST വകുപ്പ് ഡയറക്ടറുടെ റിപ്പോർട്ടിന്റെ ഉള്ളടക്കം എന്താണ്? അതെനിക്ക് അറിയൂല. നിങ്ങൾക്ക് അനുകൂലമാണോ? അനുകൂലമാണെന്നാ പറയുന്നത്. ഇനി വിശദമായി അന്വേഷിക്കണമെന്നുള്ള നിർദ്ദേശം മന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നുവെന്ന്. വന്നു. നമുക്കപ്പോൾ കാത്തിരിക്കാമല്ലേ എന്താകുമെന്നറിയാൻ? എല്ലാ ചാനലിനും, എന്നെ ഈ പുറത്ത് കൊണ്ടുവന്ന എല്ലാ ചാനലിനും എനിക്ക് നന്ദി പറയാനുള്ളൂ. ഞാനിന്ന് ഇവിടുന്ന് കഷ്ടപ്പെട്ട് കോഴിക്കോട് വന്ന പക്ഷെ നൗഷാദ് തെക്കൽ എന്നെ ഇത്രയും രക്ഷപ്പെടുത്തി, ഇത്രയും
ഞാൻ ലോകം അറിഞ്ഞു ഇന്ന്. ഞാൻ ഇത്ര അടി കൊണ്ട്. ജീഷ്മയുടെ മൊഴി നമ്മൾ റിപ്പോർട്ടർ പുറത്തുവിട്ടതും ഇപ്പോൾ ഈ പോലീസ് കേസെടുക്കുന്നതിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ തൊട്ടിൽപ്പാലം പോലീസ് അന്വേഷിക്കട്ടെ. ആ, അന്വേഷണം വരണം. സത്യം വിളിച്ചത് കൊണ്ടുവരണം. നമുക്ക് അതേ ഉള്ളൂ ആഗ്രഹം. ഓക്കെ ജിഷ്മ. വി എസ് രഞ്ജിത്ത് ഉണ്ട് നമുക്കപ്പോൾ. വി എസ് രഞ്ജിത്ത്, ഇപ്പോൾ വിശദമായി അന്വേഷിക്കാനായിട്ടുള്ള നിർദ്ദേശത്തെ നമുക്ക് പോസിറ്റീവായി കാണാൻ കഴിയുന്ന സാഹചര്യമാണോ? തീർച്ചയായിട്ടും അങ്ങനെ വേണം കാണാൻ. അതായത് മന്ത്രിയുടെ ഓഫീസിൽ ആദ്യം റിപ്പോർട്ട് ചോദിച്ചപ്പോൾ അടിയന്തര റിപ്പോർട്ട് കിട്ടിയത് ഈ കേസ് ഒത്തുതീർപ്പായി എന്നുള്ളൊരു പ്രാഥമികമായ റിപ്പോർട്ടാണ്. ആ റിപ്പോർട്ട് മന്ത്രി തള്ളുക എന്ന് പറഞ്ഞാൽ ഇതിൽ കൃത്യമായ അന്വേഷണം നടത്തി ആ യുവതി പറയുന്ന കാര്യങ്ങൾ പൂർണ്ണമായും അന്വേഷിച്ച് വേണം റിപ്പോർട്ട് തരാൻ എന്നുള്ള അർത്ഥത്തിൽ യുവതിക്ക് അനുകൂലമായിട്ടുള്ള നടപടിയാണ് മന്ത്രിയുടെ ഓഫീസിൽ ഉണ്ടായിട്ടുള്ളത്. മാത്രമല്ല, ഇപ്പോൾ തൊട്ടിൽപ്പാലം പോലീസ് ഇതിൽ കേസ് രജിസ്റ്റർ ചെയ്തു, ഇതിൻ്റെ FIR ഇട്ടു. അതിൻ്റെ പകർപ്പ് വാങ്ങാൻ പോയി എന്നാണ് ജീഷ്മ പറഞ്ഞത്. ആ പകർപ്പ് ജീഷ്മയ്ക്ക് കിട്ടുകയും ചെയ്തു. അതോടൊപ്പം ഇപ്പോൾ മന്ത്രിയുടെ ഓഫീസിൽ ഇടപെട്ട് ഈ ജീഷ്മയോടും അതുപോലെ ജീഷ്മ ചികിത്സ തേടിയ ആശുപത്രിയിലും പോലീസ് സ്റ്റേഷനിലും ആ സംഭവം നടന്ന സ്ഥലത്തുമെല്ലാം പോയി കൃത്യമായ തെളിവെടുത്ത് ഒരു ഡീറ്റെയിൽഡ് റിപ്പോർട്ട് തന്നെ നൽകണം എന്നാണ് മന്ത്രി പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഇത് ഒത്തുതീർപ്പായി പോയി എന്ന് പറഞ്ഞ് ആരെയും രക്ഷപ്പെടുത്താൻ അനുവദിക്കില്ല എന്നൊരു നിലപാടാണ് മന്ത്രിയുടെ ഓഫീസ് സ്വീകരിച്ചിട്ടുള്ളത്. ഏതായാലും ഇത് ഒരു ഇല്ലാത്ത സംഭവമാണ്, ഫേക്കാണ് എന്ന് പറഞ്ഞവർക്കുള്ളൊരു മറുപടി കൂടിയാണ് ഈ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഓക്കെ, വിവരങ്ങൾ നൽകിയത് വി എസ് രഞ്ജിത്താണ്.